വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ച്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭ തുടങ്ങിയ കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് ആരാണ്, പ്രതിരോധ മന്ത്രി ആരാണ്, വിദ്യാഭ്യാസ മന്ത്രി ആരാണ്, ആരോഗ്യമന്ത്രി ആരാണ്, അങ്ങനെയുള്ള കുറേയധികം നിയമമന്ത്രി ആരാണ്. ഇതൊക്കെ നമ്മളോട് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ആദ്യം ഇലക്ഷൻ നടന്ന വർഷം എന്നാണ്, അങ്ങനെയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ആദ്യം തന്നെ ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാണ്. ആദ്യമായി ഇന്ത്യയില് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത്, ആദ്യമായിട്ട് ഇന്ത്യയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 1951, 1952 കാലയളവിലാണ്. 1951 ഒക്ടോബർ മാസം 25 മുതൽ തുടങ്ങിയിട്ട് 1952 ഫെബ്രുവരി മാസം 21 വരെ, ആ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നീണ്ടു നിന്നു കേട്ടോ. 1952 ഫെബ്രുവരി വരെയാണ് ഉണ്ടായിരുന്നത്. ഇനി മിക്കവാറും പ്രദേശങ്ങളിൽ 1952 തിരഞ്ഞെടുപ്പ് നടന്നത് എന്നുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ 1952 തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രഥമ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ 1951, 52 കാലയളവിലാണ് നടന്നത്. പക്ഷെ ആൻസർ എപ്പോഴും കൊടുക്കാറുള്ളത് 1952 51 തുടങ്ങി 52 അവസാനിച്ചു. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ 1952 ജാനുവരി മാസത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. അതുകൊണ്ടാണ് ഇതിന് 1952 തെരഞ്ഞെടുപ്പ് എന്ന് പ്രഥമ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ പ്രഥമ തെരഞ്ഞെടുപ്പില്, ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 489 സീറ്റുകളായിരുന്നു. 489 സീറ്റുകളായിരുന്നു പ്രഥമ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. അതില് കോൺഗ്രസ് നേടിയ സീറ്റുകളുടെ എണ്ണം 364. എത്ര സീറ്റ് നേടി കോൺഗ്രസ്? 364 സീറ്റാണ് ആര് നേടിയത്? കോൺഗ്രസ് നേടിയത് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്കൊരു കാര്യം അറിയാം, അതായത് ഇലക്ഷൻ നടത്തണമെങ്കിൽ നമുക്കറിയാം ആരാ നടത്തുക ഇലക്ഷൻ എന്ന് പറയുന്നത്? ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ നടത്തുക, അല്ലെ? അപ്പൊ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് രൂപീകൃതമായത് എന്നും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അതിനെക്കുറിച്ച് വേറെ പഠിക്കും. എന്നിരുന്നാലും നമ്മൾ 1950 ജാനുവരി മാസം 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. 1950 ജാനുവരി മാസം 1950 ജാനുവരി മാസം 25 മുതൽ ആണ് എന്ത് രൂപീകൃതമായത്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. ആ ജാനുവരി 25 ദേശീയ സമ്മതിദായക ദിനം എന്ന് വിളിക്കുന്നു. എന്താണ്? ദേശീയ സമ്മതിദായക ദിനം കേട്ടോ. ദേശീയ സമ്മതിദായക ദിനം അഥവാ എന്താണ്? നാഷണൽ വോട്ടേഴ്സ് ഡേ, അല്ലെ? ദേശീയ സമ്മതിദായക ദിനം അഥവാ നാഷണൽ വോട്ടേഴ്സ് ഡേ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ച ജാനുവരി 25 എന്ന് എല്ലാവരും മറക്കാതെ ഓർത്തു വെക്കും. അങ്ങനെ ഇന്ത്യയിലെ ഒരു ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആയിരുന്നു. ആരാണ്? സുകുമാർ സെൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പഠിച്ചു വെക്കാം. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ മലയാളി ആരാണ്? ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ TN ശേഷനാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ TN ശേഷന്റെ പേര് പറയും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ വനിത ആരാന്ന് ചോദിച്ചാൽ VS രമാദേവിയുടെ പേര് പറയും. VS രമാദേവിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ വനിത. അപ്പൊ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ വ്യക്തി സുകുമാർ സെൻ, ആദ്യ മലയാളി ആരാണ്? TN ശേഷൻ, ആദ്യത്തെ വനിത VS രമാദേവി. ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവിയിൽ ഇരുന്നിട്ടുള്ള ആൾ ആരാന്ന് ചോദിക്കാന്ന് വിചാരിക്കുക. ഏറ്റവും കൂടുതൽ കാലം ആ പദവി വഹിച്ച വ്യക്തി കല്യാൺ സുന്ദരം എന്ന് പറയുന്ന വ്യക്തിയാണ്. ആരാണ്? കല്യാൺ സുന്ദരം. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ആ പദവിയിൽ ഇരുന്നിട്ട് ഉള്ള ആള്. ഇനി ഏറ്റവും കുറച്ചു കാലം പദവിയിൽ ഇരുന്നത് VS രമാദേവിയാണ്. കുറവ് കാലം ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VS രമാദേവിയാണെന്ന് പറയും. ഇനി നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മള്
ലോക്സഭ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം കൂടി നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ. നിർവാചൻ സദൻ. എന്താണ്? നിർവാചൻ സദനാണ്. നിർവാചൻ സദൻ എവിടെയാണ്? നിർവാചൻ സദൻ ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ് എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ്, പൊതു തിരഞ്ഞെടുപ്പ് നടന്നതിനെ കുറിച്ചാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് 1951 ഒക്ടോബർ മാസം 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ആൻസർ കൊടുക്കാറ് 1952 അല്ലെങ്കിൽ 1952 പൊതു തിരഞ്ഞെടുപ്പ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഒട്ടുമുക്കാൽ ഭാഗം പ്രദേശങ്ങളിലും ഇലക്ഷൻ നടന്നത് 1952 ജാനുവരി മാസത്തിലാണ് എന്നുള്ളത് കൊണ്ടാണ്. 488 സീറ്റുകളായിരുന്നു. അതിൽ 364 സീറ്റും ആര് നേടി? നമ്മുടെ കോൺഗ്രസ് നേടി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇന്ത്യയില് ഇലക്ഷൻ ഒക്കെ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്, നമുക്കറിയാം. അങ്ങനെ 1950 ജാനുവരി മാസം 25 ന്യൂഡൽഹിയിലെ നിർവാചൻ സദന ആസ്ഥാനമായി ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു 1950 ജാനുവരി 25. ആസ്ഥാനം ന്യൂഡൽഹി. ഏതാണ്? നിർവാചൻ സദൻ. അതിൽ ജാനുവരി 25 നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ അല്ലെങ്കിൽ ദേശീയ സമ്മതിദായക ദിനം എന്ന് വിളിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന ദിനം. അടുത്തത് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ആദ്യത്തെ മലയാളി TN ശേഷനാണ്. ആദ്യത്തെ വനിത VS രമാദേവിയാണ്. കുറവ് കാലം ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നതും രമാദേവിയാണ്. കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നത് കല്യാണ സുന്ദരമാണ്. നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനേഷ് കുമാറാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താ വെച്ചാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പില് വോട്ട് എവിടെയാണ് വോട്ട് നടന്നത്? ഹിമാചൽ പ്രദേശിൽ ആദ്യമായിട്ട് വോട്ടെടുപ്പ് നടന്നത് എവിടെ എന്ന് ചോദിക്കാം. സ്വതന്ത്ര ഇന്ത്യയില് ആദ്യമായിട്ട് എവിടെയാണ് വോട്ടെടുപ്പ് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. അപ്പൊ ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്ക് ഓർത്തു വയ്ക്കുക. ഹിമാചൽ പ്രദേശിലെ ചിനി എന്ന് പറയുന്ന താലൂക്കിലാണ് ആദ്യമായിട്ട് നമ്മുടെ വോട്ടെടുപ്പ് നടന്നത് എന്ന് മനസ്സിലാക്കുക. എവിടെയാണ് നടന്നത്? ചിനി താലൂക്ക്. ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത വ്യക്തി ശ്യാം ശരൺ നേഗിയാണ്. അദ്ദേഹത്തിന്റെ പേര് കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. എന്താണ്? ശ്യാം ശരൺ. ശ്യാം ശരൺ നേഗി. ക്ലിയർ ആയില്ലേ? അപ്പൊ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിലെ ചിനി എന്ന് പറയുന്ന താലൂക്കിലാണ് ആദ്യമായി നടന്നത്. ശ്യാം ശരൺ നേഗി എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് വോട്ട് ചെയ്തത്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി നമുക്ക് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയെ കുറിച്ച് പഠിക്കാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭ, ആ മന്ത്രിസഭയിലെ അംഗങ്ങള്, അതില് ആരായിരുന്നു പ്രധാനമന്ത്രി? എല്ലാവർക്കും അറിയാം അല്ലെ പ്രധാനമന്ത്രി ആരാണ്? ഈ പ്രധാനമന്ത്രി തന്നെയാണ് വിദേശകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൊ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നിട്ടുള്ള ആള് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി, ആദ്യ വിദേശകാര്യമന്ത്രി ജവഹർലാൽ നെഹ്റു. അന്ന് ഉപപ്രധാനമന്ത്രി എന്ന് പറയുന്ന പദവി ഉണ്ടായിരുന്നു. ഉപപ്രധാനമന്ത്രി പദവി കൂടാതെ ആഭ്യന്തരമന്ത്രി, ഉപപ്രധാനമന്ത്രി അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി, ഉപപ്രധാനമന്ത്രി പദവും ആഭ്യന്തരവും കൈകാര്യം ചെയ്തിരുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി അടുത്തത് മൂന്നാമത്തത് പ്രതിരോധം ആരുടെ കയ്യിലായിരുന്നു? പ്രതിരോധ മന്ത്രി. ആദ്യത്തെ പ്രതിരോധ മന്ത്രിയാണ് ചോദിക്കുന്നതെങ്കിൽ ബൽദേവ് സിംഗ് ആണ് ഉത്തരം പറയേണ്ടത്. ആരാണ് പ്രതിരോധ മന്ത്രി? ബൽദേവ് സിംഗ് കേട്ടോ. ആദ്യ പ്രതിരോധ മന്ത്രിയുടെ പേര് ബൽദേവ് സിംഗ് എന്നാണ്. അടുത്തത് ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ അഥവാ ധനകാര്യമന്ത്രിയുടെ പേര് RK ഷൺമുഖം ചെട്ടി എന്നാണ്. ആരാണ്? RK ഷൺമുഖം ചെട്ടി. ഇദ്ദേഹത്തിനായിരുന്നു ധനകാര്യ വകുപ്പ് കൈകാര്യം, ഇദ്ദേഹത്തിന്റെ ചുമതല, ധനകാര്യ വകുപ്പിന്റെ ചുമതല. അടുത്ത നിങ്ങൾക്ക് അറിയുന്നതാണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. ഡോക്ടർ BR അംബേദ്കർ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി അടുത്തത് റെയിൽവേ അതുപോലെ തന്നെ മറ്റ് ഗതാഗത സംവിധാനങ്ങൾ ഒക്കെ ആര് കൈകാര്യം ചെയ്തു? റെയിൽവേ അതുപോലെ തന്നെ ഗതാഗതം എന്നിവ കൈകാര്യം ചെയ്തിരുന്നത് ആരായിരുന്നു? പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടില്ലേ നമ്മുടെ ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആരാണ്? ജോൺ മത്തായി. ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ജോൺ മത്തായി ആണ്. ക്ലിയർ ആയോ? ജോൺ മത്തായി. അടുത്തത് വ്യവസായ മന്ത്രി. കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് വ്യവസായ മന്ത്രി. വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജിയാണ്. വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി.
വ്യവസായ മന്ത്രി ആരാണ്? ശ്യാമപ്രസാദ് മുഖർജിയാണ്. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് പഠിച്ചാലോ നമുക്ക്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് അല്ലെ, ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിൽ ആദ്യം തെരഞ്ഞെടുപ്പ് നടന്നു. 1952 ഫെബ്രുവരി മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി പദവിയും വിദേശകാര്യമന്ത്രി പദവിയും കൈകാര്യം ചെയ്തിരുന്നത് നെഹ്റു, ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ, പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്, ധനകാര്യമന്ത്രി RK ഷൺമുഖം ചെട്ടി, നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ, റെയിൽവേ ഗതാഗത മന്ത്രി ജോൺ മത്തായി, വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി. അടുത്തത് പൊതുമരാമത്ത്, ഖനി, ഊർജം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ പൊതുമരാമത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആള്, അതുപോലെ തന്നെ ഖനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആള്, ഊർജ മേഖല, ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് ആരാണ്? NV ഗാഡ്ഗിൽ ആണ്. ആരാണ്? NV ഗാഡ്ഗിൽ. ഇദ്ദേഹമാണ് പൊതുമരാമത്ത്, അതുപോലെ തന്നെ ഖനി, ഊർജം എന്നിവ കൈകാര്യം ചെയ്തിരുന്നത്. ആരാണ് ഒന്നാമത്തെ ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി? ഒന്നാം മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്ലിയർ ആയോ മക്കളെ? വിദ്യാഭ്യാസ മന്ത്രി. ഇനി ആരോഗ്യമന്ത്രി വളരെ പ്രധാനമാണ്. ആരോഗ്യമന്ത്രിയെ കുറിച്ച് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യവസായം, നിയമം, റെയിൽവേ, പ്രതിരോധം, ഉപപ്രധാനമന്ത്രി, അതുപോലെ പ്രധാനമന്ത്രി, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ആരോഗ്യം, രാജ്കുമാരി. ആരോഗ്യമന്ത്രി ആരറിയോ നിങ്ങൾക്ക്? രാജ്കുമാരി അമൃത് കൗർ എന്ന് പറയുന്ന ആളാണ്. രാജ്കുമാരി അമൃത് രാജ്കുമാരി അമൃത് കൗർ. രാജ്കുമാരി അമൃത് കൗർ ആണ് ആദ്യത്തെ ആരോഗ്യമന്ത്രി എന്ന് മനസ്സിലാക്കുക. ഇനി കൃഷി കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്തിരുന്നത് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കൃഷിയും ഭക്ഷ്യ വിഭവങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമൊക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത് കമ്മ്യൂണിക്കേഷൻ വകുപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വകുപ്പ് ആരുടെ കീഴിലാണ്? RK കിദ്വായ് RA കിദ്വായ് എന്ന് പറയുന്ന വ്യക്തിയാണ്. RA കിദ്വായ്. ആരാണ്? RA കിദ്വായ് ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൊഴിൽ ആരാണ് കൈകാര്യം ചെയ്തിരുന്നത്? തൊഴിൽ മന്ത്രി ജഗജീവൻ റാം. ചോദിച്ചിട്ടുണ്ട്. ജഗജീവൻ റാം ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിൽ മന്ത്രി. അടുത്തത് വാണിജ്യ മന്ത്രി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും CH ബാബ. ആരാണ്? CH ബാബ CH ബാബയാണ് ആദ്യ വാണിജ്യ മന്ത്രി. ഇനി അടുത്തത് N ഗോപാലസ്വാമി അയ്യങ്കാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി ഉണ്ടായിരുന്നു. ആരാണ്? N ഗോപാലസ്വാമി അയ്യങ്കാർ. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് സ്വതന്ത്ര ചുമതലയായിരുന്നു. N ഗോപാലസ്വാമി അയ്യങ്കാറിന് സ്വതന്ത്ര ചുമതലയാണ്. അപ്പോ പൊതുമരാമത്ത്, ഖനി, ഊർജം എന്നിവ NV ഗാഡ്ഗിലും, വിദ്യാഭ്യാസം മൗലാന അബ്ദുൽ കലാം ആസാദും, ആരോഗ്യം രാജ്കുമാരി അമൃത് കൗറും, കൃഷി ഭക്ഷ്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദും, കമ്മ്യൂണിക്കേഷൻ RA കിദ്വായും, തൊഴില് ജഗജീവൻ റാമും, വാണിജ്യം CH ബാബയും കൈകാര്യം ചെയ്തു. കൂടാതെ N ഗോപാലസ്വാമി അയ്യങ്കാർ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായിരുന്നു. അപ്പോ സ്വതന്ത്ര ഇന്ത്യയിലെ ഒന്നാമത്തെ ആദ്യ മന്ത്രിസഭയെ കുറിച്ചാണ് പഠിക്കണേ. പ്രധാനമന്ത്രി, വിദേശകാര്യ പദവി എന്നിവ കൈകാര്യം ചെയ്തത് ജവഹർലാൽ നെഹ്റു, ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരം തുടങ്ങിയവ സർദാർ വല്ലഭായ് പട്ടേൽ, പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ് ധനകാര്യമന്ത്രി RK ഷൺമുഖം ചെട്ടി, നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ, റെയിൽവേ ഗതാഗത മന്ത്രി ജോൺ മത്തായി, വ്യവസായ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി, പൊതുമരാമത്ത്, ഖനി, ഊർജം NV ഗാഡ്ഗിൽ, വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്, ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ, കൃഷി ഭക്ഷ്യ വകുപ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, കമ്മ്യൂണിക്കേഷൻ RA കിദ്വായ്, തൊഴിൽ മന്ത്രി ജഗജീവൻ റാം, വാണിജ്യ മന്ത്രി CH ബാബ, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രി N ഗോപാലസ്വാമി അയ്യങ്കാർ. ആരാണ്? N ഗോപാലസ്വാമി അയ്യങ്കാറാണ് സ്വതന്ത്ര ചുമതലയുള്ള ആള്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ മന്ത്രിസഭയെ കുറിച്ച് പഠിക്കാനുള്ളത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പഠിക്കാൻ പോണത് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടിയന്തരാവസ്ഥ പഠിക്കാം. പിന്നെ ഒരു യുദ്ധം കൂടി പഠിച്ചാൽ നമുക്ക്
PSCയുടെ നമ്മുടെ സിലബസ് എന്നതിൽ രണ്ടാമത്തെ പോർഷൻ തീരും. പിന്നെ നമുക്ക് കായിക മേഖലകളിലും ഒക്കെയുള്ള കുറച്ച് ആണവ മേഖലയിലേക്കുള്ള കുറച്ച് പുരോഗതിയെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് നിങ്ങൾ എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.